അപ്പൊ ആദിപരാശക്തിയെ പോലും ശ്രീഭാവത്തിൽ കാണുന്ന, മാതൃലോകത്തെ സൃഷ്ടിക്കുന്ന, മൃത്യുവിനെ അതിജീവിക്കുന്ന ആ വൈഭവത്തെ തന്നെയാണ്, ആ വൈഭവത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് അങ്ങ് ആദ്യം പറഞ്ഞതിന്റെ ഒരു പൂർണ്ണ രൂപം. സനാതനം എന്താണെന്ന് ചോദിച്ചാല്, അതായത് നമ്മള് രജോ സത്വ തമോ ഗുണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തെ ത്രിഗുണ വൈഭവത്തെ ശരിക്കും പാലനം ചെയ്യിക്കുന്ന രീതിയാണ്. നല്ല മണ്ണിനെ സൃഷ്ടിച്ച് നല്ല ജലത്തെ അവിടെ താമസിയാക്കി നിലനിർത്തി നല്ല സത്വഗുണമുള്ള വൃക്ഷലോകത്തെ പരിപാലിച്ച് അവിടെ താമസിയായിട്ട് ജന്തുലോകത്തെ നിജപ്പെടുത്തി ആ ജീവലോകത്തെ 33 ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അഗ്നിയെയും ആകാശത്തെയും ചേർത്ത് വെച്ച രഞ്ജിത രജോ ഗുണത്തെ ജനിപ്പിക്കുന്ന മഹാവൃക്ഷ പ്രകൃതിയെ മഹാവൈഷ്ണവ ശക്തിയായിട്ട് കണ്ട് ഹിമാലയത്തിന്റെ ഹൈറ്റ് ഒരു കാരണവശാലും കുറയാതിരിക്കാനായിട്ട് ആ ഹിമയെയും മഹിയെയും ചേർത്ത് ഉയർത്തി നിർത്തി വിലാസം തീർക്കുന്ന ആ കൈലാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വൃക്ഷലോക ആരാധനയാണ്, വൈഷ്ണവ ലോകത്തോടുള്ള ആരാധനയാണ് ശരിക്കും സനാതന ധർമ്മം.